നിങ്ങൾ എൽ എക്സയുടെ ടർബോ എഞ്ചിൻ, അതായത് 7,40,000 എടുക്കുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രസ എടുക്കുന്നെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ലൈക്ക് കൊടുക്കുകയാണ് മാരുതിക്ക്. അതിലൊരു കോംപ്രമൈസ്. ബേസ് വേരിയൻ്റ് ആണ്, നിങ്ങൾ 14 വെച്ചോ, മിഡിൽ വേരിയൻറ്റ് 15, ടോപ്പിന് മാത്രം 16 ഇരുന്നോട്ടെ, അങ്ങനെയല്ല, എല്ലാവർക്കും 215 60 പ്രൊഫൈലുള്ള 16 ഇഞ്ചിൻ്റെ ടയർ സൈസ് നൽകിയിട്ടുണ്ട്. ബാക്കി രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഡ്രൈവറുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ബേസ് വേരിയൻറ്റ് ടർബോ എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, നോർമൽ പെട്രോളിൽ കിട്ടുന്നില്ല. ഇത് LXi നോർമൽ എഞ്ചിനാണ്, പക്ഷേ നമുക്കിവിടെ ഡിഫോഗർ കാണില്ല. നിങ്ങളിത് സെയിം വേരിയൻറ്റ് LXi ടർബോ എഞ്ചിൻ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫോഗർ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും നാൾ 7,40,000 ബ്രസ കിട്ടുമെന്ന് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടത് ഈ ഒരു വാഹനമായിരിക്കും, അതായത് അതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ ZXi പ്ലസ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോപ്പുലർ മാരുതി ഷോറൂമിൽ എല്ലാ വേരിയൻസും വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു LXi നമ്മൾ നോക്കാൻ പോകുന്നത്. 7,40,000 എക്സ് ഷോറൂം പ്രൈസ് ആണ്. അത് കേരളത്തിലെത്തിയപ്പോൾ ഓൺ റോഡ് നമ്മൾ ഇൻഷുറൻസ്, ടാക്സ് എല്ലാം അടച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എത്ര വരും എന്നുള്ളത് അറിയാനാവും അടുത്ത ഒരു ചോദ്യം. 8,95,000 രൂപ ഓൺ റോഡ് വിലക്ക് നമുക്ക് ഈ ഒരു SUV കിട്ടും വിത്ത് ടർബോ പെട്രോൾ എഞ്ചിൻ എന്നുള്ളതാണ്. അതായത് ടർബോയിലും നോർമൽ എഞ്ചിനിലും നമുക്ക് ബ്രസ കിട്ടുന്നെങ്കിൽ അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. മാത്രമല്ല, നിങ്ങൾ ഈ LXi എടുക്കുകയാണെങ്കിൽ നോർമൽ പെട്രോൾ എഞ്ചിനും ടർബോ പെട്രോൾ എഞ്ചിനിൽ എടുക്കുന്ന സമയത്ത് 4 ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. യെസ്, ടർബോ പെട്രോൾ എഞ്ചിന് വില കുറവാണ് എന്ന് മാത്രമല്ല, നോർമൽ പെട്രോൾ എഞ്ചിനേക്കാൾ 4 ഫീച്ചേഴ്സ് അധികം ലഭിക്കുന്നതും ടർബോ എഞ്ചിനാണ്. സോ ഒരു വാല്യൂ ഫോർ മണി പാക്കേജിൽ നമുക്ക് ടർബോ എഞ്ചിനിൽ വരുന്ന ബ്രസ LXi പരിഗണിക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് വിശദമായിട്ട് നോക്കാം. LXiയുടെ ഫ്രണ്ട് ലുക്കിലായി തന്നെ നമുക്ക് ഹാൽജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ലഭിക്കുന്നത്. നമ്മൾ നോർമലി ഫുൾ ഓപ്ഷനിൽ കണ്ടിട്ടുള്ള ഒരു ഡുവൽ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ലഭിക്കണമെങ്കിൽ ZXi പ്ലസ് വേരിയൻറ്റിലേക്ക് പോകണം. LXi VXi എടുക്കുന്നവർക്ക് ഈ ഒരു ടൈപ്പ് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. ഫോഗ് ലാമ്പ് ഉണ്ടായിരിക്കില്ല, വേറെ പാർക്കിംഗ് സെൻസേഴ്സ് അത്തരത്തിലുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടർബോ എഞ്ചിൻ ആണെങ്കിൽ ഇവിടെ ഇന്റർ കൂളറിൻ്റെ ഒരു ഓപ്പണിംഗ് കാണും എന്നുള്ളത്. സോ ഇവിടെ ഓപ്പണിംഗ് കാണുന്നില്ല, ഇത് ക്ലോസ്ഡ് ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇത് നോർമൽ പെട്രോൾ എഞ്ചിനാണ്, 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് ഈ ഒരു LXi വേരിയൻറ്റ് നമ്മളിപ്പോൾ കാണുന്നത് വന്നിട്ടുള്ളത്. നമ്മൾ പ്രൈസ് പറഞ്ഞതും ഒരു ടർബോ എഞ്ചിൻ, കാരണം ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം നിൽക്കുന്നതുകൊണ്ടാണ് അതിൽ വെച്ച് തുടങ്ങിയത്. നമ്മൾ കാണുന്നത് നോർമൽ പെട്രോൾ എഞ്ചിനാണ്. എഗെയിൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 4 ഫീച്ചർ ഡിഫറൻസ് വരുന്നത് കൂടുതലും നമുക്ക് ഉള്ളിലും റിയറിലൊക്കെ ആയിട്ടാണ്. വശങ്ങളിലേക്ക് വന്നാൽ 16 ഇഞ്ചാണ് അലോയല്ല വീല് വന്നിട്ടുള്ളത്. നമ്മുടെ ഏത് വേരിയൻ്റ് എടുത്താലും സെയിം ടയർ സൈസാണ്. അതൊരു ലൈക്ക് കൊടുക്കുകയാണ് മാരുതിക്ക്. അതിലൊരു കോംപ്രമൈസ്. ബേസ് വേരിയൻ്റ് ആണ്, നിങ്ങൾ 14 വെച്ചോ, മിഡിൽ വേരിയൻറ്റ് 15, ടോപ്പിന് മാത്രം 16 ഇരുന്നോട്ടെ, അങ്ങനെയല്ല, എല്ലാവർക്കും 215 60 പ്രൊഫൈലുള്ള 16 ഇഞ്ചിൻ്റെ ടയർ സൈസ് നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വീൽ കപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടർബോ എഞ്ചിൻ എടുക്കുന്നെങ്കിൽ VXiലും നമുക്ക് അലോയ്സ് കിട്ടുന്നുണ്ട്. നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് അലോയ്സ് ലഭിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. സൈഡ് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇൻഡിക്കേറ്റർ ORM ആയിട്ട് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഫീച്ചർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിൽ ആകെ ഒരു കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് റൂഫ് റെയിൽസ് ഇല്ല എന്നുള്ളതാണ്. അത് വരുമ്പോഴാണ് കുറച്ചുകൂടി വാഹനത്തിൻ്റെ ഒരു ഭംഗി. നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ റൂഫ് റെയിൽസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു റോഡ് പ്രസൻസ് നമുക്ക് കിട്ടും. അത് സുഖമായിട്ട് ആഡ് ചെയ്യാവുന്നുള്ളൂ, ചെറിയ എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഷാർക്ക് ഫിൻ ആൻഡ് സ്റ്റാൻഡേർഡ് ആണ്, ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പുറകിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടർബോയും നോർമൽ എഞ്ചിനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. അതായത് ഇത് LXi നോർമൽ എഞ്ചിനാണ്, പക്ഷേ നമുക്കിവിടെ ഡിഫോഗർ കാണില്ല. നിങ്ങളിത് സെയിം വേരിയൻറ്റ് LXi ടർബോ എഞ്ചിൻ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫോഗർ വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ എടുത്താലും സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് യൂണിറ്റ് LED ആണ്, പക്ഷേ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജനാണ് നൽകിയിട്ടുള്ളത്. അത് സ്റ്റാൻഡേർഡ് ആണ്, ബേസ് വേരിയൻറ്റ് തൊട്ട് ആ രൂപത്തിലാണ് ലഭിക്കുക. ബ്രസയുടെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ റിയർ വ്യൂ ക്യാമറയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയാം. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് ടർബോ എടുക്കുന്നവർക്ക് റിയർ വ്യൂ ക്യാമറയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇനി റിയറിൽ പ്രധാനമായിട്ട് ഇത് ഓപ്പൺ ചെയ്ത സ്പേസ് കാര്യത്തിലൊന്നും മാറ്റില്ല, നമ്മൾ സാധാരണ ബ്രസയിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ എന്താണ് ഇവിടെ മാറ്റം എന്ന് വെച്ചാൽ, പഴയ ബ്രസയിൽ നിന്നും പുതിയ ബ്രസയിലേക്ക് വന്നപ്പോൾ സ്പെയർ വീല് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. ഒരു പഞ്ചർ കിറ്റ് മാത്രമേ നമുക്ക് പുതിയ ബ്രസ, അത് ഏത് വേരിയൻ്റ് എടുത്താലും, LXi മാത്രമല്ല നമ്മൾ ഏത് വേരിയൻ്റ് എടുത്താലും ഇത്തരത്തിലാണ് ലഭിക്കുക. പിന്നെ നമ്മളിവിടെ കണ്ട പോലെ പഴയ LXi ബ്രസയിലുള്ള പോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് പോലും നമുക്ക് റിയർ സീറ്റിന് വരുന്നില്ല. പക്ഷേ നിങ്ങൾ LXiയുടെ ടർബോ എഞ്ചിൻ, അതായത് 7,40,000 എടുക്കുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രസ എടുക്കുന്നെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിഫോഗറും റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അങ്ങനെ 2 ഫീച്ചേഴ്സ് നമുക്ക് ടർബോ എടുക്കുന്നവർക്ക് നോർമൽ പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോ സ്റ്റാൻഡേർഡ് ആണ്. സോ
പവർ വിൻഡോയുടെ കൺട്രോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് പാഡിങ് കാര്യങ്ങളൊന്നുമില്ല, ഹാർഡാണ്. നമ്മുടെ ഡോറിലെ ആംറസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ് നമുക്ക് എല്ലാ വേരിയൻറ്റും ലഭിക്കുക. ടോപ്പ് എൻഡിൽ പോയാലും ലെതർ ആവുന്നൊന്നുമില്ല, ഒക്കെ ഫാബ്രിക് തന്നെയാണ്. ഇത് നൈസാണ്, അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. റിയർ AC വെൻ്റ് സ്റ്റാൻഡേർഡ് ആണ്, അതും നമുക്ക് പുതിയ ബ്രസയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് LXi തൊട്ട് പുറകിലേക്ക് AC വെൻ്റ് ലഭിക്കുന്നുണ്ട്. 6 എയർ ബാഗും സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് പറ്റും. സോ അത്തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2 ഫീച്ചേഴ്സ് ആഡ് ആവുന്നത്, മൊത്തം 4 ഫീച്ചർ നോർമൽ എഞ്ചിനും ടർബോ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ല. അതിൽ ബാക്കി 2 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഡ്രൈവറുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ബേസ് വേരിയൻ്റ് ടർബോ എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, നോർമൽ പെട്രോളിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ബേസ് വേരിയൻ്റ് ടർബോ എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് AC ലഭിക്കുന്നുണ്ട്. നോർമൽ പെട്രോൾ എഞ്ചിനിൽ അത് നോർമൽ മാനുവൽ AC ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ മൊത്തം 4 ചേഞ്ചസ് ആണ് LXiയിൽ തന്നെ 2 എഞ്ചിൻ ഓപ്ഷനിലും വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത്. ഇനി 4 പവർ വിൻഡോയുടെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി ആ ഒരു ഫീച്ചർ കൊടുത്തത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആവുന്ന ORMസിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഒന്നും കിട്ടുന്നില്ല, അത് നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള VXi മുതലാണ് ലഭിക്കുക. അവിടെ ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന് കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. നോർമൽ നമ്മുടെ ഫുൾ ഓപ്ഷനിൽ കാണുന്ന സെയിം പാറ്റേണിലാണ് മീറ്ററിൻ്റെ ഡയൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ MIDയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ടിൽറ്റ് അഡ്ജസ്റ്റും ടെലിസ്കോപ്പിക് ഫംഗ്ഷനൊക്കെ നമുക്ക് ZXi പ്ലസ് ലഭിക്കുമ്പോൾ ഇതിൽ ടിൽറ്റ് അഡ്ജസ്റ്റ് മാത്രമാണ് നമുക്ക് സ്റ്റിയറിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ ഇല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു. VXi മുതൽ നമുക്ക് 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എടുക്കുന്നവർക്ക് അത് 10.1 ഇഞ്ചായിട്ട് അങ്ങനെ വലിയ സ്ക്രീനായിട്ട് മാറുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് ഒന്നും എവിടെയും കാണാനായിട്ട് പറ്റില്ല. മാനുവൽ AC കാണാം, ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാം. 12 ആൾട്ടർനേറ്റ് ചാർജ് സോക്കറ്റ് മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ USB-C ടൈപ്പ് അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ മാറ്റം എഞ്ചിനോടൊപ്പം ഗിയർ ബോക്സിലാണ്. അപ്പോൾ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഒരു ഗിയർ ലിവർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ടർബോ ആണെങ്കിലും നോൺ ടർബോ ആണെങ്കിലും നമുക്ക് 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് LXi വേരിയൻറ്റിനോടൊപ്പം ലഭിക്കുന്നത്. ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ, കപ്പ് ഹോൾഡേഴ്സ് ഒക്കെയാണ്. നമുക്ക് ആംറസ്റ്റ് വരുന്നില്ല, ടോപ്പ് എൻഡിൽ മാത്രമേ ആംറസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. അതൊരു ഡിസ്ലൈക്ക് ഉള്ളൊരു കാര്യമാണ്. VXi അല്ലെങ്കിൽ ZXi പ്ലസ് അല്ലെങ്കിലും കൊടുക്കായിരുന്നു എന്ന് തോന്നി. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്. അതുപോലെ വാനിറ്റി മിറർ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കുന്നില്ല. അത്രയൊക്കെയാണ് നമ്മുടെ ലുക്സിലുള്ള കാര്യങ്ങൾ. എല്ലാം ചെറിയൊരു പാറ്റേൺ, ഫുൾ ബ്ലാക്ക് ആണെങ്കിലും ചെറിയൊരു പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു കോമ്പിനേഷനാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കതൊന്നും തിരിച്ചറിയില്ല. അതുപോലെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്ക് ആവും. ഇതൊക്കെ നമുക്കൊരു നോർമൽ മാറ്റ് ഫിനിഷിലാണ് ഇപ്പോൾ കാണാനുള്ളത്. ഒരു ബേസ് മോഡൽ തന്നെ 2 എഞ്ചിൻ ഓപ്ഷൻ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് എത്രയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? 1 lakh ആണ്. അതായത് ഓൺ റോഡ് വില വെച്ച് നോക്കുമ്പോൾ ടർബോയിൻ എഞ്ചിൻ എടുക്കുന്നതിനേക്കാൾ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം നമ്മളിപ്പോൾ കണ്ട നോർമൽ പെട്രോൾ എഞ്ചിൻ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് നോക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു ടർബോ എഞ്ചിനാകുമ്പോൾ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്, 1 ലക്ഷം രൂപ കുറവും വരുന്നുണ്ട്. ഇനി എഞ്ചിനുള്ള മാറ്റമാണ് അടുത്ത് അറിയേണ്ടത്. നോർമൽ പെട്രോൾ എഞ്ചിൻ നമുക്കൊരു 103 PS അതുപോലെ തന്നെ 140 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടർബോ എഞ്ചിൻ ഏകദേശം 110 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഏകദേശം വലിയ ഡിഫറൻസ് നമുക്ക് ഓൺ പേപ്പർ കാണാനായിട്ട് പറ്റില്ല, ഒരു 7 PS ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു പവർ ഡെലിവറിയുടെ വ്യത്യാസം, നമുക്കൊരു നോർമൽ എഞ്ചിനാണെങ്കിൽ കുറച്ചുകൂടി ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറി ആയിരിക്കും നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. പക്ഷേ ടർബോ എഞ്ചിൻ നമുക്ക് ആ ഒരു ചെറിയ ഒരു ടർബോ ലാഗിൻ്റെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ലൊരു പഞ്ച് കിട്ടി തുടങ്ങും. അതായത് ലോ എൻഡും മിഡ് റേഞ്ചും ടർബോ ആയിരിക്കും ബെറ്റർ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള യൂസ് അനുസരിച്ച് എടുക്കാം. കൂടാതെ 1 ലക്ഷം രൂപയുള്ള പ്രൈസ് ഡിഫറൻസും വരുന്നുണ്ട്. സോ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ് ബ്രസയുടെ LXi എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മാനം ഷോറൂമിൽ എത്തിയതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെടുത്ത് നിങ്ങൾക്ക് ഒരു ഫൈനൽ ഡിസിഷനിലെത്താം. ഈ ഒരു ഫീച്ചേഴ്സും ഈ ഒരു വിലയും വെച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് ഈ സെഗ്മെൻറ്റ്? കാരണം എല്ലാ മാനുഫാക്ചേഴ്സിനും ഓരോ മോഡൽസ് ഉള്ളതാണ്. ഓൾറെഡി സോണറ്റ്, വെന്യൂ തുടങ്ങിയിട്ടുള്ള നെക്സോൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള മോഡൽസ് ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ്. അങ്ങനെ ബ്രസ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.